പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. കീശോൻ തോട് പുരാതന നദിയാണ്. കീശോൻ തോട് തള്ളിയങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ആ വചനം ഞാൻ ആവർത്തിച്ച് വായിക്കുന്നു. കീശോൻ തോട് പുരാതന നദിയാം. കീശോൻ തോട് തള്ളിയങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. പ്രൈസലോ. നാം ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക എന്നുള്ളതാണ്. പ്രൈസലോ. എന്താണ് ഇവിടെ ഇങ്ങനെ ദൈവവചനം രേഖപ്പെടുത്താൻ കാരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിന് വിരോധമായി എഴുന്നേറ്റ സീസരെ, ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ വന്ന സീസര എന്ന രാജാവ്, അല്ലേരിയ, ആ രാജാവ് ഇസ്രായേലിലെ സണ്ടക്കുടൻ എഴുന്നേറ്റപ്പോൾ ആമി ന്യായാധിപതിയായ ദെബോര ഒരു പെണ്ണായിരുന്നിട്ട് പോലും കർത്താവിൽ തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവൾ പ്രവചനാത്മാവിൽ പറഞ്ഞ വാക്കാണ് എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ സഹോദരിമാരോട്, ഇവിടെ യുവാക്കന്മാരോട് പറയട്ടെ, ദെബോരയെ പോലെ നിനക്ക് സ്വയമായിട്ട് ശത്രുവിനെ എതിർത്ത് നിൽക്കുവാനുള്ള ആത്മശക്തി നിനക്ക് ആവശ്യമാണ്. എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല, കൃപയില്ല, അഭിഷേകമില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഒഴിഞ്ഞു പോകാതെ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന് നേരെ വിരോധമായി എഴുന്നേൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, കുടുംബ ജീവിതത്തിന് തലമുറയ്ക്ക് നേരെ, നിന്റെ ഭാര്യയ്ക്ക് നേരെ, മക്കൾക്ക് നേരെ, നിന്റെ മാതാപിതാക്കൾക്ക് നേരെ, നിന്റെ സകല പ്രവർത്തികളുടെ മേലും നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ദുരാത്മാവിന്റെ പോരുകൾ, സീസരെ പോലുള്ള ചില ശക്തികൾ, ചില സാത്താന്യ ശക്തികൾ നിനക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ നീ മൗനമായി ഇരിക്കാതെ ദെബോരയെ പോലെ നീ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ട, ഇവിടെ ദെബോര എന്ന് പറയുന്ന ആ പ്രവാചകി, ന്യായാധിപതി, പ്രൈസ് ദി ലോർഡ്, സീസരെ കണ്ട് ഭയപ്പെടുകയല്ല ചെയ്യുന്നത്, പിന്നെയോ സീസരെ തകർക്കുവാൻ വേണ്ടി അവൾ ബലത്തോടെ എഴുന്നേൽക്കുക. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ശത്രുവിനെ കീഴടക്കി വിജയത്തെ സ്വന്തമാക്കി. കാരണം ദെബോര ദൈവത്തിലാണ് ആശ്രയിച്ചത്. യഹോവയായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദെബോര എന്ന് പറയുന്ന ന്യായാധിപതി അവൾ പരാജിതരായി മാറിയില്ല. സീസര എന്ന് പറയുന്ന രാജാവിനെയും സൈന്യത്തെയും തകർത്ത് കളയുവാൻ കാരണമായി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശത്രുവിനെ തകർക്കുവാനുള്ള ഒരു അഭിഷേകം നിനക്ക് ആവശ്യമാണ്. ശത്രുവിനെ തകർക്കുവാനുള്ള കൃപ നിനക്ക് ആവശ്യമാണ്. അതിനുള്ള ദൈവ സാന്നിധ്യം നിനക്ക് ആവശ്യമാണ്. അതിന് നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ ഈ നാളുകളിൽ നിന്റെ ദൈവം ശക്തമായിട്ട് പണിതെടുക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരോട് മാത്രമുള്ള ദൂതല്ല, സകല ദൈവജനത്തുള്ള ദൂതാണ്. അല്ലേ? നമ്മൾ ഈ ദൈവത്തിന്റെ വചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദെബോരയും യായേലും കൂടി സീസരയുടെ തലയിൽ ചവിട്ടി അവനെ മെതിച്ച് കളയുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭാഗം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, രാജാക്കന്മാർ വന്ന് പൊരുതി തനാഖിൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂവന്മാർ അന്ന് പൊരുതി. വെള്ളിയങ്ങവർക്ക് കൊള്ളയായില്ല. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. ഹല്ലേലൂയ. കീശോൻ തോട് പുരാതന നദിയാം. കീശോൻ തോട് തള്ളി അവരെ ഒഴുകിക്കൊണ്ടുപോയി. എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. തുറന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്,
അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിനിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവ ദൂതൻ അരുളിച്ചെയ്തു. അവർ യഹോവയ്ക്ക് തൂണായി ഹല്ലേലൂയ വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയാ നീ തന്നെ. എന്നിട്ട് കാണുന്ന കേനിനാം ഹേരേവിൽ ഫാരിയാം യായേലേ, നാരീജനത്തിന് അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസി അമേലലിയ വാസി, നീ ജനത്തിന് അനുഗ്രഹം ലഭിച്ചവൾ. അവളോട് യായേലിനോട്, സീസരെ തണ്ണീർ അവൻ ചോദിച്ചു, അവൾ അല്ലുയ പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി തന്റെ വലങ്കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി സീസരയെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചിന്നി കുത്തിത്തുളച്ചു. ദൈവത്തിന് ഭാഗം വായിച്ചതാണ്. അല്ലേലൂയ. ഇസ്രായേലിനെതിരെ വിരോധമായി എഴുന്നേറ്റ സീസര എന്ന് പറയുന്ന രാജാവ്, ഞാൻ ആദ്യം ഓർപ്പിച്ചു, രാജാവും തന്റെ സൈന്യം കൂടെ ഒന്നിച്ച് ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ പൊരുതുവാൻ വരുമ്പോൾ ഹല്ലേലൂയ ദേബോര ശക്തമായിട്ട് ഉണർന്നു. അവനെതിരെ എഴുന്നേറ്റു. അവനോടി, സീസര ഓടി. ആ ഓടിയ ഓട്ടമാണ് യായേലിന്റെ കൺമുമ്പിലെത്തുക. അവളോട് അവൻ തണ്ണീർ കുടിപ്പാൻ ചോദിച്ചു. പക്ഷെ യായേൽ എന്ത് ചെയ്തു? പാൽ അവൾ കൊടുത്തു. അത് രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു എന്നാണ്. പക്ഷെ കുറ്റിയെടുപ്പാൻ ലളിയ കൈനീട്ടി വലത്തെ കൈകൊണ്ട് പണിക്കാരുടെ ചുറ്റികെടുത്ത് അവന്റെ ചെന്നൈക്കടിച്ചു എന്നുള്ളത്. അപ്പൊ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. സീസരയെ ചവിട്ടി മെതിച്ച് കളഞ്ഞു. പ്രൈസറോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ പൈശാചിക ശക്തികളെ ചവിട്ടി മെതിച്ച് കളയാനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. രക്തം ചെയ്യണം. ഇവിടെ നമുക്ക് കൊണ്ട് അനുസ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം എന്റെ 19 തൊട്ടിന്റെ വാക്യങ്ങളുടെ ചരിത്രഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ജസ്രീൽ സമതല പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഈ പട്ടണം ബലമുള്ള കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ കാലത്ത് അതിനെ കീഴടക്കുവാൻ ഇസ്രായേലിനൊക്കെ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പിൽക്കാലത്ത് ശലോമോൻ രാജാവിന്റെ വലിയ കുതിരാലയങ്ങൾ ഇവിടെയാണ് പണിതതെന്ന് കാണാൻ കഴിയും. ജസ്രീൽ, ഷാരോൺ എന്നീ സുപ്രധാന സമതല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജകീയ പാതയിൽ മെഗിദോ നിലകൊള്ളുന്നതിന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്ന അനേക യുദ്ധങ്ങൾക്ക് ഈ സ്ഥലം വേദിയായിട്ടുണ്ട്. പ്രൈസലോ. ഈ യുഗാവസാനത്തിൽ ഒരു ലോകമഹായുദ്ധം കൂടി ഹെർമഗദോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മെഗിദോ താഴ്വരയിൽ വെച്ച് നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്ന് മെഗിദോയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യുഗാവസാനത്തിൽ നടക്കുന്ന ഹെർമഗദോ യുദ്ധവും ഈ മെഗിദോ താഴ്വരയിൽ നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ ആമേ സ്തോത്രം 16 വായിച്ചവരും കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ആ ഭാഗം ഓർപ്പിച്ചു. പക്ഷെ നിനക്ക് നേരെ യുദ്ധത്തിന് വരുന്ന, നിനക്ക് നേരെ പൊരുതുവാൻ വരുന്ന, നിനക്ക് വിരോധമായിട്ട് വരുന്ന ശത്രു സൈന്യത്തെ തകർക്കുവാൻ കഴിയണമെങ്കിൽ ആമേ സ്തോത്രം ദെബോരയെ പോലെ ഒരു ഉറച്ച തീരുമാനം നിനക്കുണ്ടായിരിക്കണം. ഈ യായേലിനെ പോലുള്ള ധൈര്യം നിനക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മഹാശക്തികളെ തകർക്കുവാൻ കഴിയുള്ളൂ. ശത്രു എന്ന് പറഞ്ഞാൽ വലിയൊരു സൈന്യമായിട്ട് വരും, വലിയ ബലത്തോടെ വരും, വലിയ സന്നാഹങ്ങളോടുകൂടെ വരും. അത് കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. അതിനെ തകർക്കുവാനുള്ള ദൈവ സാന്നിധ്യം നീ ഏറ്റെടുക്കണം. പ്രൈസലോ. ഈ 2025 പ്രാരംഭ നാളുകൾ തൊട്ട് ദൈവം ചില പുതിയ പ്രത്യേകമായ അഭിഷേകങ്ങളും കൃപകളും ദൈവസഭയുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക, ദൈവജനത്തിന് പകർന്നുകൊണ്ടിരിക്കുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സകലരെയും ദൈവം ഈ നാളുകളിൽ ശക്തമായി പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ മഹാരാജാവായി ഇന്ന് സീസരയുടെ അവസാനം എന്ന് പറയുന്നത് എത്ര പരിതാപകരമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവജനത്തിനും ദൈവസഭയ്ക്കും ദൈവിക ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും
ക്രൈസ്തവ സമൂഹത്തിന് നേരെ എഴുതേക്കുന്ന സീസരെ പോലുള്ള ബലമുള്ള രാജാക്കന്മാരെ തകർക്കുവാൻ ദൈവം ഞങ്ങളുടെ ദൈവജനത്തിന് മേലുള്ള അഭിഷേകം പകർന്നൊഴുകിയ ഒരു പെണ്ണായിരുന്നിട്ട് പോലും അവൾ അത്രമാത്രം ചങ്കൂറ്റം കാണിച്ചു. ദെബോര ഒരു പെണ്ണായിരുന്നിട്ട് പോലും അത്രമാത്രം ചങ്കൂറ്റം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ശത്രുവിനെ പരാജയപ്പെടുത്തുകയാണ്. യായേൽ ഒരു പെണ്ണായിരുന്നിട്ട് പോലും സീസരയ്ക്ക് അവർ തണ്ണീർ ചോദിച്ചെങ്കിലും അവന് പാൽ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ കൈനീട്ടി കുറ്റിയെടുത്ത് ചുറ്റികയെടുത്ത് അവന്റെ ചെന്നിക്കടിച്ച് തകർത്തു. എന്റെ ധൈര്യമല്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ധൈര്യമുണ്ടോ സഹോദര സഹോദരി? ആ ധൈര്യം വേണം വിശ്വാസ ജീവിതത്തിൽ. ഈ കാലഘട്ടത്തിൽ നീ അങ്ങനെ ഒരു അഭിഷേകത്തിൽ നിറയപ്പെടുന്നെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ന്യായനിയമയുടെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെ തകർക്കാൻ നിൽക്കുന്ന വിരോധമായ ശത്രുവാണ് സീസരെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിന്റെ കുടുംബത്തെ ഇസ്രായേൽ അഥവാ ഇസ്രായേൽ മക്കളെ ദൈവജനത്തെ തകർക്കുവാൻ എഴുന്നേൽക്കുന്ന ഈ ലോകത്തിന്റെ അശ്ലീലകരമായ പൈശാചികരമായ ശക്തികളെല്ലാം നീ തകർക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിനകത്ത് നീ നിന്റെ മക്കളും അനുഭവിക്കേണ്ട നന്മകളെ പൈശാചിക ശക്തികൾ, സാത്താന്യ ശക്തികൾ പതിയിരുന്ന് തടഞ്ഞു മേടിക്കുന്നത് പോലെ, ശത്രു പതിയിരുന്ന് മേടിച്ചെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ നന്മയും മുഴുവൻ പിഴിഞ്ഞെടുക്കുന്ന പൈശാചികമായ ബന്ധനങ്ങളെ നീ തകർക്കുവാൻ നിനക്കുള്ള അഭിഷേകം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദെബോര തന്റെ മനസ്സിൽ ശത്രുക്കളെ ചവിട്ടി മെതിച്ചു. ഹല്ലേലൂയ. സീസര എന്ന രാജാവിനെയും അവന്റെ യുദ്ധവീരന്മാരെയും തന്റെ ചിന്തകളിലും എണ്ണങ്ങളിലുമായി അവൾ മെതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീയുടെ കഴിവാണ് കേട്ടോ സീസര എന്ന് പറയുന്ന മഹാരാജാവ്. ഹല്ലേലൂയ. അവന്റെ യുദ്ധവീരന്മാരെ ദെബോരയുടെ ചിന്തകളിലൂടെ എണ്ണങ്ങളിലൂടെ അവൾ അവരെ മെതിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ മനസ്സിന് ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ മനസ്സിന്റെ ചിന്തകളെ, നിന്റെ മനസ്സിലെ തീരുമാനങ്ങളെല്ലാം ശത്രുവിനെ തകർക്കുവാനുള്ള ആയുധം, ശത്രുവിനെ തകർക്കുവാനുള്ള തന്ത്രം, അത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാനുള്ള ദൈവ സാന്നിധ്യത്താൽ നിന്നറിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവിടെയാണ് നിനക്ക് ജയിക്കാൻ കഴിയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നോക്കിയാട്ടെ, എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. എത്ര കുടുംബങ്ങളാണ് സമാധാനമില്ലാത്തത്, എത്ര കുടുംബങ്ങളാണ് സ്വസ്ഥതയില്ലാത്തത്, എത്രയോ രാവുകളാണ് ശരിയായിട്ട് ഉറങ്ങുവാൻ കഴിയാതെ കിടക്കുന്ന കുടുംബങ്ങൾ. രാത്രിയുടെ യാമങ്ങളിൽ പലതിനെക്കുറിച്ച് ചിന്തിച്ചും വിലപിച്ചും കണ്ണുനീർ തൂക്കുന്ന എത്രയോ മാതാപിതാക്കൾ, എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ, സ്വന്തം മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന അനവധി ആളുകൾ. മക്കളെ തന്നു, മക്കളെ വളർത്തിയെടുത്തു. ഹല്ലേലൂയ. അവർ പിന്നത്തേതിൽ ഹല്ലേലൂയ മാതാപിതാക്കൾക്ക് വിരോധമായി മത്സരിച്ച് മാതാപിതാക്കളെ വെറുക്കുന്ന അനുഭവം വരുമ്പോൾ അതൊരുപക്ഷെ മാതാപിതാക്കൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞത് വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള പൈശാചികമായ തന്ത്രങ്ങൾ കൂടെ തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മക്കൾക്കെതിരെ എഴുതിക്കുന്ന തന്ത്രശാലികളെ തകർക്കുവാൻ ദെബോരയെ പോലെ നിന്റെ മനസ്സിനകത്ത് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു. ഹല്ലേലൂയ. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ല. ഒന്ന് നോക്കിക്കട്ടെ, 16 വയസ്സുവരെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളരെ താലോലിച്ച് സ്നേഹത്തിലൂടെ വളർത്തിയെടുത്തു. അവൾ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് അവൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തു. അവളുടെ ശൈശവ പ്രായം തൊട്ട് അവളെ പോറ്റി പുലർത്തി. അവൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം നൽകി, അവൾക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളെല്ലാം നൽകി. അവളെ സ്കൂളിൽ പറഞ്ഞയച്ചു. ആ കുഞ്ഞ് വളർന്നു വന്ന് ഏകദേശം 16 വയസ്സെത്തിയപ്പോൾ അവൾ മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോകുന്നു. അത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ തലമുറയെ നശിപ്പിക്കുന്ന സാത്താന്യ ശക്തികളെ, സീസരെ പോലുള്ള ശക്തികളെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. മക്കളെ നേരായ പാതയുടെ വളർത്തി പഠിപ്പിച്ച് ദൈവിക ഉപദേശത്തിലും ദൈവിക
അനുഭവത്തിലും ദൈവിക അഭിഷേകത്തിലും നിറച്ച് പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി വളർത്തിക്കൊണ്ട് വന്നാൽ ഹല്ലേലൂയ, അവർ വളർന്നു വരുമ്പോൾ തന്നെ ശത്രുവിനെ മെതിച്ചു കളയും. എത്ര കുടുംബങ്ങളെ ഇതുപോലെ കണ്ണതിലൂടെ കടന്നു പോകുന്നു. ഞാൻ ഈ വാർത്തകൾ കാണുമ്പോഴൊക്കെ ഞാൻ ദൈവത്തിന് വളരെ നിലവിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു മോചനം കൊടുക്കണമേ. ഞങ്ങളുടെ തലമുറ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞങ്ങളുടെ തലമുറ പാപത്തിലേക്ക് വീഴരുത്. ആമീൻ പാപത്തിന്റെ വശീകരണത്തിനകത്ത് അവർ വീണു പോകരുത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തി പോറ്റി പുലർത്തിയെടുത്തൊരു 10ാം ക്ലാസ്, +1, +2 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും, +2 ഒക്കെ കഴിയുമ്പോഴത്തേനും പലരും പല തീരുമാനങ്ങൾ എടുത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു 18 വയസ്സ് തികഞ്ഞോട്ടെ എന്നുള്ളത് വെച്ച് അങ്ങനെ എടുത്ത് തീരുമാനത്തിന് തലമുറയോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കളെ വഞ്ചിച്ച് നീ ഇറങ്ങിപ്പോയാൽ പിന്നെ നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. സാഹചര്യത്തിന് വിരോധമായി എഴുന്നേറ്റ് സീസരെ തകർക്കുവാൻ ദെബോര മനസ്സുകൊണ്ട് ഉറച്ചതുപോലെ അവളുടെ ചിന്തയിലും എണ്ണത്തിലുമെല്ലാം സീസരെ അവരുടെ യുദ്ധവീരന്മാരെയും തകർക്കുവാനുള്ള അവൾ ഉറപ്പുള്ള തീരുമാനം പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടായിരിക്കണം, തീരുമാനം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തലമുറകൾ മാതാപിതാക്കളോട് വളരെ കടപ്പെട്ടവരാണ്. തലമുറകൾ, യുവതി യുവാക്കന്മാർ മാതാപിതാക്കൾ വളരെ കടപ്പെട്ടവരാണ്. അവരെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അവർ കണ്ണുനീർ വീണ് കഴിഞ്ഞാൽ നിനക്കത് ശാപമാക്കട്ടോ. രക്തം ചെയ്യാൻ പ്രൈശലോ. ഇവിടെ ദെബോര തന്റെ മനസ്സിൽ ശത്രുക്കളെ ചവിട്ടി മെതിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സുകൊണ്ട് ശത്രുവിനെ ചവിട്ടി മെതിക്കണം. സീസര എന്ന് പറയുന്ന രാജാവിനെ, അവന്റെ യുദ്ധവീരന്മാരെയും നിങ്ങൾ തകർക്കണം. അതേ ദൈവജനമേ, ജയം ആദ്യമായി നിങ്ങളുടെ ചിന്തകളിൽ തന്നെ ആണ് വരേണ്ടത്. ജയം എന്ന് പറയുന്ന ആദ്യം നിങ്ങളുടെ ചിന്തകളിൽ വരണം, ആരംഭിക്കണം. പ്രൈസ്. ശത്രുവിനെ കാണുമ്പോൾ നീ പരാജയപ്പെട്ട് മനം കലങ്ങി പോകാതെ, ശത്രു അല്ലെ തന്ത്രം അല്ലെ പൈശാചികമായ ശക്തികളെ കാണുമ്പോൾ അതിനെ എങ്ങനെ തകർക്കാൻ കഴിയുമെന്നുള്ള ജയത്തിന്റെ ഉടമയായി മാറണം നീ. ഹല്ലേലൂയ. നിങ്ങളെ ആത്മാവിൽ നിങ്ങൾ വിജയത്തെ കാണുകയാണെങ്കിൽ അവസാനം ജയത്തെ നിങ്ങൾ സ്വന്തമാക്കും. ഹല്ലേലൂയ. ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജയത്തെ കാണണം. എങ്ങനെയും ഏതു വിധത്തിലും ശത്രുവിനെ തകർക്കാം, കുടുംബത്തെ തകർക്കാം എന്നുള്ള ആ ഒരു ജയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നെങ്കിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അവസാനം ജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷം എന്ന് പറയുന്നത്, യേശുക്രിസ്തു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ 3.5 വർഷം, തന്റെ ജീവിതം എന്ന് പറയുന്നത് 33 വയസ്സ്. ഇപ്പം 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ സമയങ്ങളിൽ യേശുക്രിസ്തുവിനെ നേരെ എഴുന്നേറ്റ അനേക വിരോധമായ ശക്തികളുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ കഴിയാതെ ക്രിസ്തുവിന്റെ സമയത്തിന്, അവന്റെ നാഴികയ്ക്ക് മുമ്പ് തകർത്ത് കളയുവാൻ എഴുന്നേറ്റ പൈശാചിക മണ്ഡലങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. യേശു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും തന്റെ ചിന്ത കൊണ്ടും എണ്ണങ്ങൾ കൊണ്ടും തകർത്ത് കളഞ്ഞ അനവധി സംഭവങ്ങളുണ്ട്. രക്തം ചെയ്യും. അതെന്നി മനസ്സുകൊണ്ട് ഉണരണം കേട്ടോ. മനസ്സുകൊണ്ട് ഉണരണം, ആത്മാവിൽ എഴുന്നേൽക്കണം. മനസ്സുകൊണ്ട് ഉണർന്ന് ആത്മാവിൽ എഴുന്നേൽക്കുന്നെങ്കിൽ കുടുംബത്തിനകത്തെ ഭീതിയുടെ അനുഭവങ്ങൾ മാറിപ്പോകും. ജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം. നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. പരാജയപ്പെടാനായിരിക്കും നമ്മുടെ ജീവിതം, ജയിക്കാനായിരിക്കണം. നമ്മുടെ യേശു ജയിച്ചവരാണ്. യേശു ഒരിക്കലും പരാജയത്തെ കണ്ട് ഭയന്ന് മാറി നിന്നില്ല. ശത്രുവിനെ കണ്ട് ഭയന്ന് മാറി നിന്നില്ല. ഇവിടുത്തെ മഹാപുരോഹിതന്മാരെയും അന്നത്തെ ഗവർണറെയും അന്നത്തെ രാജകീയ പദവികളെയും അന്നത്തെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒന്നും കണ്ട് യേശു പരാജിതനായി പിന്നോക്കം വലിഞ്ഞില്ല എന്നുള്ളത് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശു ജയത്തോടെ നിന്നു. ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് മഹാപുരോഹിതന്മാരയച്ച വലിയൊരു കൂട്ടം ജനം വരുമ്പോൾ, തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദ മുമ്പോട്ട് വന്ന് യേശുവിന്റെ കവിളത്ത് ചുംബനം കൊടുത്തപ്പോൾ യേശു ചോദിക്കുന്നത്, യൂദയെ, നീ ചുംബനം കൊണ്ടാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? എന്നിട്ട് നമ്മുടെ യേശു അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്,
നിങ്ങൾ ആരെ തിരയുന്നു? ഹല്ലേലൂയ. അപ്പോൾ അവർ പറയാണ് നസ്രായനായ യേശുവിനെയാ. അപ്പൊ യേശു പറഞ്ഞു അത് ഞാൻ തന്നെ. ഓർത്തു നോക്കി, ശത്രുവിന്റെ വലിയ കൂട്ടം യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്ന് നിൽക്കുമ്പോൾ, യേശു ക്രിസ്തുവിന് നേരെ തന്ത്രങ്ങളുമായി വന്ന് നിൽക്കുമ്പോൾ, അതിനു മുമ്പിൽ പരാജയപ്പെട്ട് ഓടുകയല്ല യേശു ചെയ്തത്, ജയത്തോടെ നിൽക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, ഇവർ പോയിക്കൊള്ളട്ടെ എന്ന യേശു പറയുന്നത്. അത് നീ ഒരിക്കലും പരാജയം കാണരുത്. പരാജയത്തെ കാണുവാനല്ല നിന്നെ ദൈവം വിളിച്ചത്, ജയത്തെ കാണാൻ വേണ്ടിയിട്ടാ. പ്രൈസ്. യേശു ഗത്സമന തോട്ടത്തിൽ തൊട്ട് ആമീൻ, യേശു നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ഉപദ്രവിക്കപ്പെട്ടുവെന്നെങ്കിലും ഗോൽഗോത്തായിൽ കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യേ യേശു കാരിരുമ്പാണിയാൽ തറയ്ക്കപ്പെട്ടെങ്കിലും, മാനുഷികമായി ചിന്തിക്കുമ്പോൾ മാനുഷികമായി ഇവിടെ യേശു മരിച്ചു. അരിമദ്യക്കാനായിരിക്കുന്ന യോസഫിന്റെ കല്ലറയിൽ അടക്കി ഇല്ല നമുക്കറിയാം. പക്ഷേ 3-ാം നാൾ യേശു അതിശക്തിയോട് ഉയർത്തെഴുന്നിട്ട് ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയയ്ക്കും ശിഷ്യന്മാർക്കും എമ്മൂസിലേക്ക് പോയവർക്ക് 500-ലധികം പേർക്കും പ്രത്യക്ഷമായി 40 നാളുകൾ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരോടൊപ്പം നിയോഗങ്ങൾ കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അവൻ വീണ്ടും വരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശു പരാജിതനല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭാഗം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത്, നിങ്ങൾ പരാജിതനായി മാറരുത്. യേശുവിനെ പോലെ വിജയശ്രീലാളിതനായി മരണം വരെ നീ നിൽക്കണം. ഹല്ലേലൂയ. യേശുവിനെ മരണ സമയത്തും വിജയശ്രീലാളിതനായി കാൽവരി ക്രൂശിലും ആ വിജയം യേശു കൊണ്ടാടിയെങ്കിൽ ഹല്ലേലൂയ, അത് നിന്റെ മരണം വരെ നീ കർത്താവിന്റെ സന്നിധിയിൽ വിജയശ്രീലാളിതനായി നിൽക്കണം. പരാജയം എന്ന് പറയുന്ന ഒരു അധ്യായം നിനക്ക് കാണരുത്. പരാജയം എന്ന് പറയുന്ന ഒരു പേജ് നിനക്ക് കാണരുത്. പരാജയം എന്ന് പറയുന്ന ഒരു ബുക്ക് നിനക്ക് കാണരുത്. പരാജയം എന്ന് പറയുന്ന വാക്കുകൾ പോലും ഇന്ന് ഉച്ചരിക്കരുത്. വിജയത്തെക്കുറിച്ച് കാണണം. പ്രൈസ് ദി. യേശു ക്രിസ്തുവിനെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം. ഇസ്രായേലിൽ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടം ദൈവം ദെബോരെ ന്യായാധിപതിയാക്കിയതിന്റെ പിന്നിലെ ദൈവിക ലക്ഷ്യം, യഹോവയുടെ ലക്ഷ്യം, ഇസ്രായേലിന് വിരോധമായി എഴുന്നേൽക്കുന്ന സീസറി എന്ന് പറയുന്ന മഹാശക്തിയുള്ള രാജാവിനെയും അവന്റെ യുദ്ധവീരന്മാരെയും തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ദൈവം ദെബോരെ എഴുന്നേൽപ്പിച്ചു. അവൾ മനസ്സുകൊണ്ട് ഉറച്ചു, എന്മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക എന്നുള്ള ഉറപ്പോടെ പ്രവചനത്തിന്റെ ആത്മാവിൽ അവൾ നിറഞ്ഞു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതേ ഇസ്രായേലിനെ തകർക്കുവാൻ ഒരു പെണ്ണിന് കഴിഞ്ഞെങ്കിൽ, ഇസ്രായേലിനെ തകർക്കുവാൻ കടന്നു വന്ന സീസറി ശക്തി ഒരു പെണ്ണിന് തകർക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേലിനെ തകർക്കുവാനായി കേട്ടോ, ഇസ്രായേലിനെ തകർക്കുവാൻ കടന്നു വന്ന ഹല്ലേലൂയ സീസറെ ഒരു പെണ്ണിനെ തകർക്കുവാൻ കഴിഞ്ഞെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഒരു ദെബോര എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ദൈവം ഇത്രമാത്രം അഭിഷേകം പകർന്നെങ്കിൽ, അത്രമാത്രം ശക്തിയാൽ അവളെ നിറച്ചെങ്കിൽ, അവളെ മനസ്സുകൊണ്ട് ഉറക്കത്തക്ക നിലയിൽ മനസ്സുകൊണ്ട് ചട്ടക്കൂട്ടം എഴുതേക്കുള്ള ആത്മശക്തി അവളുടെ മേൽ വന്നെങ്കിൽ, ഇസ്രായേലിനെ തകർക്കുവാൻ വരുന്ന ശക്തികളെ നീ തകർക്കണം. ദൈവമക്കളെ തകർക്കുവാനുള്ള വരുന്ന ചില പെൺശക്തികളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ തകർക്കുവാൻ വരുന്ന ചില ആൺശക്തികളുണ്ട്. 2 ഭാഗത്തുനിന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മീയ ശുശ്രൂഷ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് മുമ്പ് ചില സഹോദരിമാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്. സുവിശേഷം ഒന്ന് ഹല്ലേലൂയ അവരുടെ വീടുകളിൽ കൊണ്ട് ട്രാക്ട് വെച്ചിട്ട് പോകുന്നതാണ് വിഷയം. ഒരു ഞങ്ങളുടെ ചേട്ടൻ പറയട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. ഞാനവിടെ ചിന്തിച്ചു, ഒരു പെണ്ണ് ഇസ്രായേലിനെ തകർക്കാൻ എഴുന്നേറ്റാൽ അതിന് മുകളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞവരെ, ഇസ്രായേലിനെ തകർക്കുവാൻ എഴുന്നേറ്റ സീസരെ തകർക്കുവാൻ ഒരു പെണ്ണിന് കഴിഞ്ഞു. നിങ്ങൾക്ക് നേരെ എഴുന്നേക്കുന്ന, എന്നെ കേൾക്കുന്ന സൗകര്യമാരെ, നിന്റെ കുടുംബത്തെ തകർക്കാൻ എഴുന്നേൽക്കുന്ന ആൺശക്തികളും പെൺശക്തികളും നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശുശ്രൂഷയെ നേരെ പോരാടുന്ന വെല്ലുവിളികളെ നീ തിരിച്ചറിയണം.
നിന്റെ ആത്മജീവിതത്തെ തകർക്കാൻ വരുന്ന ശക്തികളെ നീ തിരിച്ചറിയണം. നിന്റെ മക്കളെ തകർക്കാൻ വരുന്ന ആൺശക്തികളെ പെൺശക്തികളെ നീ തിരിച്ചറിയണം. എന്നിട്ട് നീ അവരെ മനസ്സുകൊണ്ട് മെതിച്ചു കളയണം. ദൈവജനക്കത്തിന് അതിനുള്ള അഭിഷേകമാണ് ദൈവം തരുന്നത്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ഓട്ടപ്പന്തയത്തിൽ ഒരാൾ മഹാവേഗത്തിൽ ഓടി വിജയം വരിച്ചു. തന്റെ വിജയത്തിന്റെ രഹസ്യം അല്ലേലിയ താൻ ചിന്തിക്കുവാൻ തുടങ്ങി. ആദ്യമായി എന്റെ ഹൃദയം വേഗമായി ഊട്ടി. ആ മനസ്സിന്റെ വേഗതയെ എന്റെ കാലുകൾ പിന്തുടർന്നു. ആ ഓട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ തന്റെ മനസ്സുകൊണ്ട് ഓട്ടം ഓടി അവസാനിച്ച് വിജയം പ്രാപിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓട്ടപ്പന്തയത്തിൽ ഒരുവൻ ഓടുന്നു, വിജയം വരിക്കുന്നു. അല്ലെങ്കിൽ ആ വിജയത്തിന്റെ രഹസ്യം അവൻ മനസ്സിലാക്കി എന്ത് ചെയ്തു? പറഞ്ഞു, ആദ്യമായി എന്റെ ഹൃദയം വേഗത്തിലോടി. എന്റെ ഹൃദയം വേഗത്തിലോടിയപ്പോൾ എന്റെ കാലുകൾക്ക് അത് ബലമായി മാറി. ആ ഓട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സ് ഓട്ടം ഓടി അവസാനിക്കുന്ന ആ സ്ഥലത്തെ തൊട്ടു കഴിഞ്ഞു എന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനമൊക്കെ പരന്നു വാങ്ങിയ വിശ്വാസം എന്നത് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. ഞാൻ ഭാഗം പറയുമ്പോൾ ഇവിടെ യോശുവയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. യോശുവയുടെ പുസ്തകം അല്ലെങ്കിൽ 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതി, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹള ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് കൊണ്ട് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഒച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണം അതിൽ വീഴും എന്ന യോശുവയ്ക്ക് ഒരു ആലോചന കൊടുക്കുക. അതറിയോ? അപ്പൊ ഇസ്രായേൽ മക്കൾ മുഖാന്തരം യെരിഹോവിനെ ആ നിലവിൽ അടച്ചുറപ്പാക്കിയെങ്കിലും ആരും പുറത്തിറങ്ങിയില്ലെങ്കിലും ഈ സന്ദേശം യോശുവ അങ്ങേറ്റെടുത്തു. ദൈവിക സന്ദേശം കേട്ട ഉടനെ യോശുവ അത് മനസ്സിൽ ഉറപ്പിച്ചു, മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ദൈവം പറഞ്ഞ വാക്കുകൾ അതേപോലെ ചെയ്തു. വിശ്വാസത്താൽ യെരിഹോ അതിൽ വീഴുന്നത്, തകരുന്നത്, പുരോഹിതന്മാർ നാമെ കാഹള ഊതുമ്പോൾ, ഇസ്രായേൽ ആർപ്പിടുമ്പോൾ, ഹല്ലേലൂയ, മതിൽ വീഴുന്നത് യോശുവ ഹൃദയത്തിൽ ഉറച്ചു. ഹൃദയം കൊണ്ട് കണ്ടു. ഹല്ലേലൂയ. ആ യുദ്ധത്തിന്റെ വിജയം ഹല്ലേലൂയ അവർ കാണുകയുണ്ടായി. അത് നിങ്ങളും അങ്ങനെയുള്ള യുദ്ധം, അങ്ങനെയുള്ള വിജയത്തെയാണ് നിങ്ങൾ കാണേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെ യുദ്ധവീരന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ പ്രകാരം, വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ആത്മീയപരമായും യോശുവയുടെ ഹൃദയം ആദ്യമായി തന്നെ ആ വിജയത്തെ സ്വന്തമാക്കി എന്നുള്ളതിന്റെ ആ ഉറപ്പിലേക്ക് വന്നു. അത് നിങ്ങൾക്കൊരു ആത്മീയ തീരുമാനം ഉണ്ടായിരിക്കണം, ഒരു ആത്മീയ വിശ്വാസം ഉണ്ടായിരിക്കണം, ശത്രുവിനെ തകർക്കാൻ കഴിയുന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. യോശുവെ പോലെ നിനക്കൊരു ഉറപ്പ്, ദെബോരയെ പോലെ നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നിനക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വിജയിക്കണമെന്ന് പറഞ്ഞ് നീ ഇറങ്ങിയിട്ടും തകർച്ചയാണോ നിന്റെ പിന്നിൽ? വിജയത്തെ കണ്ട് നീ ഓടിയിട്ട് പരാജയമാണോ സംഭവിക്കുന്നത്? ഇന്ന് പകൽ നിന്റെ കുറവുകൾ എവിടാണെന്ന് മനസ്സിലാക്കി ദെബോരയെ പോലെ മനസ്സുകൊണ്ട് ഉറച്ച്, യോശുവയെ പോലെ മനസ്സുകൊണ്ട് ഉറച്ച് യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന, ശ്രീലാളിതനായിരിക്കുന്ന, യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന അനുഭവത്തെ നീ സ്വപ്നം കാണണം. ഹല്ലേലൂയ. പരാജയം എന്ന് പറയുന്നത് നമുക്ക് കാണരുത്. ഹല്ലേലൂയ. പരാജയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ കാണും കേട്ടോ, തകർക്കുവാൻ ഒരുപാട് ആളുകൾ കാണും. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയണം. യെരിഹോവിനെ ഇസ്രായേൽ മക്കൾ കീഴടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി കീഴടക്കിയ പട്ടണം കനാനിന്റെ മധ്യഭാഗത്തുള്ള യെരിഹോമായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അത്. കനാന്റെ മധ്യഭാഗം ആദ്യമായി കീഴടക്കിയതിനാൽ
കനാന്യരുടെ സൈന്യത്തെ വിഭജിച്ച് ബലഹീനമാക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. പിന്നീട് തെക്കും വടക്കുമുള്ള പട്ടണങ്ങൾ നിഷ്പ്രയാസം കീഴടക്കുവാൻ സാര്യർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അല്ലേ യോശു എന്ന് പറയുന്ന മനുഷ്യന്റെ ഉറപ്പേ, അല്ലേ അത് നീ പരാജയപ്പെടുത്തേണ്ടെന്നെ കീഴടക്കണം, കീഴടക്കണം. അല്ലേലിയ. ഈ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെതിരെ അനവധി ശത്രു സൈന്യങ്ങളുണ്ട്, അനവധി വെല്ലുവിളികളുണ്ട്, പോരുകളൊക്കെ ഉണ്ട്, പോരാട്ടം, വലിയ ശക്തികളൊക്കെ എഴുന്നേക്കാവുന്നേ, വലിയ തന്ത്രങ്ങളോട്ട് വന്നേക്കാം, വലിയ യുദ്ധ തന്ത്രങ്ങളുമായിട്ട് വന്നേക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ എല്ലാം പരാജയപ്പെട്ടു. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന് മുമ്പിൽ സകല ശക്തികളും തകരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഉപവസിക്കാൻ തയ്യാറായാൽ, ദൈവസനി വിശുദ്ധിയിലും വേർപാടിലും നിൽക്കാൻ തയ്യാറായാൽ, ദൈവവചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നീ നയിക്കുന്നെങ്കിൽ, വചനത്തെ നീ അനുസരിക്കുന്ന, ദൈവ കൽപ്പനകൾ പ്രമാണിക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് നൽകിയ ദൗത്യത്തിൽ നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ, അല്ലേലിയ, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. വിജയം നിനക്ക് തന്നെയാ. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച അനവധി വിഷയത്തിന്റെ വിജയം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. രക്തം ചെയ്യാം. അല്ലേലിയ. ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയ അനവധി സാഹചര്യങ്ങൾ നിനക്കില്ലേ? അല്ലേലിയ. ജീവിതത്തിൽ ദുഃഖത്തിലൂടെ കടന്നു വലിയ സന്ദർഭങ്ങളില്ലേ? ഭയപ്പെട്ടിരുന്ന ചില സാഹചര്യങ്ങൾ നിനക്കില്ലേ? അതിനെല്ലാം ദൈവം നീക്കുവാൻ പോകുകയാ. ഈ 2025 എന്ന് പറയുന്നത് നിനക്ക് ചില ആമിലൻ അനുഗ്രഹത്തിന്റെ നാളുകളാണ്. ചില നന്മയുടെ ദിവസങ്ങളായി ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്തോത്രം. ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നീ പ്രാർത്ഥനയിലേക്ക് വരണം, ആരാധനയിലേക്ക് വരണം, സമർപ്പണത്തിലേക്ക് വരണം. നിന്റെ ഉള്ളിലെ ഭയത്തെ നീ നീക്കിക്കളഞ്ഞ്, അവിശ്വാസത്തെ നീക്കിക്കളഞ്ഞ്, വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ സ്ഥിരതയുള്ളവനായി, ഉള്ളവളായി നീ കർത്താവിലേക്ക് വാ. ഒരു ദെബോരെ ഇത്രമാത്രം ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഒരു യോശുവെ ദൈവം ഇത്രമാത്രം ഉപയോഗിച്ചെങ്കിൽ, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാണ്. അന്ന് ദെബോരയുടെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് നൽകിയിട്ടില്ല. ആമ യോശുവയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നൽകിയിട്ടില്ല. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം പെന്തക്കോസ്ത് നാളിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം ശത്രുവിനെ തകർക്കുവാനുള്ളതാണ്. അതെ, നീ അഭിഷേകത്തോടുകൂടി ഇത് പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകത്തിൽ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അഭിഷേകത്തിൽ നീ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് വിശുദ്ധി വേർപാട് കാത്തു സൂക്ഷിക്കുമ്പോൾ, ആമേൻ, നിനക്കെതിരെ ഉയരുന്ന സകല അശുദ്ധി ദൈവം നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. അതേ, ശത്രുവിന്റെ തലയെ തകർക്കുവാൻ നിനക്ക് കഴിയണം. മനസ്സുകൊണ്ട് നിന്റെ ശത്രുവിനെ നീ ഉടച്ചു കളയണം. മനസ്സുകൊണ്ട് ശത്രുവിനെ നീ മെതിച്ചു കളയണം. ദെബോരയുടെ മനസ്സുകൊണ്ട് സീസരെ മെതിച്ചു കളഞ്ഞതുപോലെ, അല്ലേലിയ, യോശുവയുടെ മനസ്സുകൊണ്ട് തന്നെ ആമി യെരിഹോവിനെ ഉടച്ചു കളഞ്ഞതുപോലെ തന്നെ, മെതിച്ചതുപോലെ തന്നെ നീ ആ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് ഈ വചനത്തിന് വളരെ പ്രശസ്തി എന്ന് പറയുന്നത്. സംഗീതക 91:13 പറയുന്നത്. സംഗീതം 91:13 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അതെ, സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. യോശുവയുടെ ജീവിതത്തിൽ ആ വചനം അത്ഭുതമാണെങ്കിൽ, ദെബോരയുടെ ജീവിതത്തിലെ വചനം അത്ഭുതമാണെങ്കിൽ, ആ വചനം നിനക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് പലതിനും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം നിന്റെ കാലുകൾക്ക് ദൈവം പകർന്നിട്ടുണ്ട്. ഞാൻ അഭിഷേകം നിന്റെ ഉള്ളിലുണ്ട്. നീ സമയത്തത് പ്രയോഗിക്കണം. അല്ലേലൂയ, സ്തോത്രം. കഴിവില്ല, പ്രാപ്തിയില്ല, ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, കൃപയില്ല, അഭിഷേകമില്ലെന്നൊക്കെ പറഞ്ഞ് നീ സ്വയം താഴ്ന്നു പോകാതെ, സ്വയം നീ പരാജയപ്പെട്ടു പോകാതെ, വിജയശ്രീലാളിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് നീ മുന്നോട്ട് വരണം. യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പരാജയം പറയുന്നേ? അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ പരാജയം പറയുന്നതിന്റെ കാരണം, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പരാജയം പറയുന്നത് യേശു നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാ. നീ യേശുവിൽ അല്ലാത്തത് കൊണ്ടാ. അവന്റെ വചനം നിന്നിൽ ഇല്ലാത്തത് കൊണ്ടാ. അവന്റെ കൃപ നിന്റെ മേൽ ഇല്ലാത്തത് കൊണ്ടാ.
അവന്റെ അഭിഷേകം നിന്റെ മേലില്ലാത്തത് കൊണ്ടാണ് നീ പരാജയം പറയുന്നത്. അല്ലേ? യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വിജയം മാത്രമേ പറയുള്ളൂ. അന്ന് ആ കാലഘട്ടത്തിൽ യോശുവയും ദെബോരയും ഒക്കെ ഈ അഭിഷേകത്തെ കുറിച്ച് വേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. എങ്കിലും അന്ന് അവർ ശക്തമായി ശത്രുവിനെ തകർക്കുവാൻ, അവന്റെ തലയെ മെതിച്ചു കളയുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവ സാന്നിധ്യം അവരുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കൃപയുണ്ടല്ലോ, എത്ര വലുതാന്ന് നീ തിരിച്ചറിയണം. അല്ലേലിയ. തകർക്കണം, ശത്രുവിനെ തകർക്കണം. ഒരു പാട്ട് പാടുന്നുണ്ട്, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന് മുമ്പിലായെന്ന്. അത് തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന് മുമ്പിലായി, നിനക്ക് മുമ്പിലായി നടകൊള്ളുമ്പോൾ. അല്ലേലിയ. എൻ മനവേ നീ ബലത്തോടെ നടകൊള്ളുക എന്ന് ദെബോര പ്രവചനാത്മാവിൽ പ്രവചിച്ചതുപോലെ നീ ഹൃദയത്തിൽ പ്രവചനാത്മാവിൽ നീ പ്രവചിച്ചു തുടങ്ങണം. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, പ്രവചനത്തിന്റെ ആത്മാവിൽ നിന്റെ മനസ്സുകൊണ്ട് പ്രവചിച്ച് നീ ശത്രുവിന്റെ തലയെ തകർക്കണം കേട്ടോ. അല്ലേലിയ. കാഹളം ധരിക്കാൻ സമയമായി. യേശു മധ്യാകാശത്ത് വരാൻ സമയമായി. നീ നിന്റെ കുടുംബത്തെ ചേർക്കാൻ സമയമായി. ഇവിടെ പരാജയം പറഞ്ഞിരിക്കാനല്ല, യെരിഹോവിന്റെ മതിലിനെ പേടിച്ചിരിക്കുവാനല്ല, യെരിഹോ നിവാസികളെ കണ്ട് ഭയപ്പെട്ടിരിക്കുവാനല്ല, സീസരെ കണ്ട് ഭയപ്പെട്ടിരിക്കുവാനല്ല, സീസരുടെ യുദ്ധവീരന്മാരെ കണ്ട് നീ ഭയപ്പെട്ടിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അവരെ നീ ചവിട്ടി മെതിക്കുവാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. രക്തജയം. നിനക്കാണ് ആത്മശക്തിയുള്ളത്, നിനക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളത്, നിനക്കാണ് അഭിഷേകമുള്ളത്, നിനക്കാണ് കൃപയുള്ളത്, നിന്റെ മേലാണ് ദൈവ വിളിയുള്ളത്. ഹല്ലേലൂയ. ലോകമല്ല നിന്നെ വിളിച്ചത് കേട്ടോ. രക്തജയം. യേശുവാ നിന്നെ വിളിച്ചേ. ഒരു സഭയല്ല നിന്നെ വിളിച്ചത്, ഒരു സഭയുടെ പാസ്റ്ററല്ല വിളിച്ചത്, ഒരു സഭയുടെ പുരോഹിതനല്ല വിളിച്ചത്, നിന്റെ കൂട്ടുകാരോ വീട്ടുകാരോ സ്വന്തക്കാരോ അല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചു വേർതിരിച്ചത് യേശുവാ. നിന്നെ വിളിച്ചു വേർതിരിച്ച് യേശുവിന്റെ സന്നിധിയില് നീ വിശുദ്ധിയോടെ നിൽക്കണം. പ്രൈസലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് പറഞ്ഞ് യോശുവയും കൂട്ടരും അല്ലെ തങ്ങളെ തന്നെ സമർപ്പിച്ച് അല്ലെ ദൈവത്തിന് ഉറപ്പോടുകൂടി നിന്നത് കൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേലർ ജയം പ്രാപിച്ചു. അതുപോലെ ദെബോരയും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്രകാരം ചെയ്തു. എൻമനമേ നീ ബലത്തോടെ നടകൊള്ളുക. നീ നിന്റെ മനസ്സിനോട് പറഞ്ഞ, എൻമനമേ നീ ബലത്തോടെ നടകൊള്ളുക. നിന്റെ മനസ്സിൽ നീ പറയണം. നിന്റെ മനസ്സ് അവൻ ബലത്തോടെ നടകൊള്ളണം. ഈ സീസരെ അവൾ ചവിട്ടി അവന്റെ കുതിരവീരന്മാരെ മെതിച്ച് അവന്റെ രഥങ്ങളെയും കീഴടക്കി കളഞ്ഞു. ഹല്ലേലൂയ. ദെബോരയുടെ സാക്ഷ്യമാണത്. പരീക്ഷ എഴുതുന്നതിന് മുമ്പായി തന്നെ പരീക്ഷയിൽ വിജയിച്ചുവെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ ജയിച്ചു എന്നുള്ള വിശ്വാസം ഉണ്ടാകണം. സീസറെ യുദ്ധവീരന്മാരെയും പിന്തുടരുന്ന മുമ്പ് ദെബോരയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ തലയെ വെതിച്ചു കളഞ്ഞു, അവന്റെ യുദ്ധവീരന്മാരെ വെതിച്ചു കളഞ്ഞു, അവന്റെ കുതിരക്കുളം പടി കട്ടണം ചെയ്ത് കളഞ്ഞെന്നുള്ളത് അവൾ വിശ്വസിച്ചു. അതാ പറഞ്ഞ പരീക്ഷ എഴുതുമ്പോൾ ജയിക്കുന്നുള്ള ആ വിജയം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എല്ലാവരും സ്തോത്രം. നിങ്ങൾക്ക് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടണം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ 118 സംഗീതത്തിലൊക്കെ രേഖപ്പെടുത്തുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച് 118 സംഗീതത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, വായിക്കാം. ഹല്ലേലൂയ. 118 സംഗീതത്തിന്റെ 6-7 വാക്യങ്ങൾ. ഹല്ലേലൂയ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ഹല്ലേലൂയ. 5-ാം വാക്യം വായിക്കും, കാണുന്നുണ്ട്. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ച് യഹോവ ഉത്തരവിട്ട് എന്നെ വിശാല സ്ഥലത്താക്കി എന്ന് പറഞ്ഞാൽ സ്തോത്രം. സാജനത്തിന്റെ ഞെരുക്കമായ അവസ്ഥയിൽ നിന്നും വിശാലമായ സ്ഥലത്തേക്ക് ദൈവം സംഗീതനക്കാരനെ കൊണ്ടുവരുന്ന സാക്ഷ്യമാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. ആ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് 6-ാം വാക്യവും 7-ാം വാക്യവും വ്യക്തപ്പെടുത്തുക. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. അതെ, നീ പരാജയപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നീ ജയിക്കാൻ വേണ്ടിയിട്ടാ. നീ നിന്റെ കുടുംബം ജയിക്കണം. 2024 അനവധി പരാജയങ്ങൾ, പരിശോധനകൾ നിനക്ക് വന്നിട്ടുണ്ട്. 2024 നീ ഒരുപാട് പരീക്ഷകൾ നേരിട്ടിട്ടുണ്ട്. നിറകണ്ണുകളോടുകൂടി കണ്ണുനീരോടുകൂടി രാത്രി യാമങ്ങൾ കഴിഞ്ഞു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, സൗര്യന്മാർ. കുടുംബത്തിനകത്തൊരു വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ദൈവം അതെല്ലാം തരും കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിന്റെ പക്ഷത്തുണ്ട്.
ആമൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത കൊടുത്ത ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയാം, ഞെരുക്കത്തിലിരുന്നപ്പോൾ എനിക്കൊരു വിശാലത ദൈവന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ടാണ് 124 സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം തന്റെ ജനത്തിന്റെ ഫാമിലിയ സ്തോത്രം പരിപാലകനാണെന്ന് അവിടെ കാണുക. ദൈവം തന്റെ ജനത്തിന്റെ പരിപാലകനാണ് എന്ന് പറഞ്ഞാൽ അല്ലയോ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. വെള്ളം പോലെ നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. അതെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ശത്രു നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയാതിരുന്നത്. നദിയിലെ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ നമ്മൾ ഒഴുകിപ്പോകാതിരുന്നത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. യോശുവോട് ചോദിച്ചാൽ യോശുവ പറയും, യോശുവ എങ്ങനെയാണ് ഈ വിജയത്തിൽ നീ ജയിച്ചത്? യെരിഹോവിനെ എങ്ങനെയാണ് നീ കീഴടക്കിയത്? യോശുവ പറയും, യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നു. ശത്രു ഞങ്ങൾക്കെതിരെ എഴുന്നേറ്റപ്പോൾ ദെബോരെ എങ്ങനെയാണ് നീ യുദ്ധത്തെ ജയിച്ചത്, സീസരെ ജയിച്ചത്? ദെബോരോട് ചോദിച്ചു. ദെബോര പറയും, യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശത്രു ഞങ്ങളോട് എതിർത്തപ്പോൾ യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അവരെ ചവിട്ടി മെതിച്ചു എന്ന് പറയും. ഹല്ലേലൂയ. അവരുടെ കോപം നമ്മുടെ നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങിക്കളയുവാൻ വന്നതാ. ഹല്ലേലൂയ. സീസരയിൽ യുദ്ധവീരന്മാർ ഞങ്ങളെ ജീവനോടെ വിഴുങ്ങിക്കളയാൻ വന്നതാ. വെള്ളം ഒഴുക്കിക്കളയുന്നത് പോലെ ഒഴുക്കിക്കളയാൻ വന്നതാ. പക്ഷേ ഞങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയില്ല. ഞങ്ങൾ ജയിച്ചു. സീസരെ അവന്റെ സൈന്യത്തെ ഞങ്ങൾ തകർത്ത് കളഞ്ഞു. സീസരെ അവന്റെ ശക്തിയും തകർത്ത് കളഞ്ഞു. ആമി പെരുമ്പാമ്പിന്റെ തല മെതിച്ച് കളയുന്നത് പോലെ ആമി ദെബോരയും അല്ലൊരു യായേലും കൂടെ കൂടി അല്ലേരിയ സീസരയുടെ തല മെതിച്ച് കളഞ്ഞു. അല്ലേരിയ. അതെ, മെതിക്കുവാനുള്ള അധികാരമാണ് ദൈവം നിനക്ക് തന്നത്. അല്ലേരിയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടല്ലോ, അത് ലോകത്തിന് അറിയില്ല കേട്ടോ. അല്ലേരിയ. സീസറെ നിനക്കറിയില്ല ദെബോരയുടെ മേലുള്ള ആ ബലമെന്ന, ദെബോരയുടെ മേൽ അഭിഷേകമെന്ന, അവളുടെ മേലുള്ള ദൈവ സാന്നിധ്യം സീസറെ നിനക്കറിയില്ല. അത് സീസരയ്ക്ക് അവൾ വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മേലുള്ള അഭിഷേകം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടട്ടെ. രക്തം ചെയ്യും. ഇന്ന് പകൽ വേദനയുടെ ദുഃഖത്തിന്റെ കണ്ണിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ആമീൻ സാജനത്തെ തകർക്കാൻ വന്ന, വിരോധമായി വന്ന സീസരയെ ആമീൻ ദെബോര ചവിട്ടി മെതിച്ചതുപോലെ, യോശുവ യെരിഹോവിനെ തകർത്തതുപോലെ നീ ഇന്ന് പകൽ ജയിക്കണം. പരാജയം പറയരുത്, ജയം പറ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരിക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, കർത്താവിഞ്ഞയുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണപിതാവ്, സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാവ്, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി, അധികാരികൾക്കായി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP സൈന്യത്തിനായി, പോലീസിന്റെ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങൾ, ക്രമസമാധാന പാലന രംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത്, രഹസ്യാന വിഭാഗങ്ങളെ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കടലോര മാസ തീരദേശ മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, കരയിലും കടലും കനികളും കമ്പനിയും ജോലി ചെയ്യുന്നവർ, ആമെ വലിച്ചത് വലിയ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടം, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും പൊതുമേഖലയിലും, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോറും യൂണിയൻ രംഗത്ത് എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെയും, കർത്താവ് എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത്, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവ് എല്ലാ മേഖലയും കഷ്ടത വിധമായി വ്യാധികളാൽ, ഭാരങ്ങളെ, കഷ്ടതയാൽ, ഞെരുക്കങ്ങളാൽ, സാമ്പത്തിക കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, വിധമായി മാരക രോഗങ്ങൾ വിധേയപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് മദ്യത്തിനും മയക്കുവിന്റെ ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, ശത്രുവിന്റെ പോരികളിൽ വീട് കിടക്കുന്ന ആഭിചാര മന്ത്രവാദ പൂർവ്വ ശുദ്രശക്തികൾ അകപ്പെട്ട് കിടക്കുന്നവർ, ഭയത്തിന്റെ ആത്മാവ് മൂടിട്ട് കടന്നു പോകുന്നവർ, ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവർ, മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്നവർ, ാലും വൃത്തരാശമയാചകരുടെ ശൈശവത്തിനും ബാല്യ കൗമാരി യൗവനത്തിനും വൃത്തരാശമയാചകർ, അവരേക്ക് ഓർത്ത് പ്രാർത്ഥി തടവറയിൽ കിടക്കുന്നവർ, വിവിധ ക്രിമിനൽ അകപ്പെട്ട് ജയിലിൽ കിടക്കും മോചനത്തിനായി ആഗ്രഹിക്കുന്നവർ, ഇവരെല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനസ്സുകൊണ്ട് സീസരെ കർത്താവ് ഇതേപോലെ തകർത്തുകൊണ്ട് ശത്രുവിനെ തകർക്കുന്ന അഭിഷേക ജനത്തിന്റെ പകരണമേ, തകരുവാൻ അനുവദിക്കുന്നത് കർത്താവെ. ഈ 2025 ദൈവസഭയുടെ വിജയമായി, ദൈവമക്കളുടെ വിജയമായി
കർത്താവ് ദൈവനം ആത്മാവിൽ നിറയുവാൻ വിജയം ശ്രീലാളിതരായി മാറുവാൻ കൃപ കൊടുക്കണമേ. ശത്രുവിനെ കണ്ട് പകച്ചു നിൽക്കാതെ, ശത്രുവിനെ കണ്ട് മടുത്തു നിൽക്കാതെ, ഭയപ്പെട്ടു നിൽക്കാതെ അവന്റെ തലയിൽ മെതിച്ചു കളയുള്ള അധികാരം ഈ ദൈവജനത്തിനുണ്ടെന്നുള്ള ബോധ്യത്തോടെ ആ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, നിരാശപ്പെട്ട കുടുംബങ്ങൾ, കുടുംബജീവിതം തകർന്നവർ, വിവാഹപ്പെടുത്തി സൗകര്യമാർ, തലമുറയിൽ ആ ഭാരം കടക്കടിയാൽ ഭാരപ്പെടുന്ന ചില ജപ്തി നടപടിയിൽ കടന്നു പോകുന്നവർ, സ്തോത്രം തലയായി പോയിടമില്ലാതെ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യം കഷ്ടം സഹിക്കും നൊമ്പരപ്പെടുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, കേസിൽ അകപ്പെട്ട് കിടക്കുന്നവർ ഒക്കെ വിടിവിക്കപ്പെടട്ടെ. കർത്താവ് വിദേശ കഷ്ടം സഹി വിസ കർത്താവ് ഇവരുടെ കാലാവധികൾ വിസ പുതുക്കി കിട്ടാൻ വേണ്ടി ഭാരപ്പെടുന്നവർ, വിസ പുതുക്കി കിട്ടും അധികാരികൾ ദൈവം ഇടപെടണമേ. പാസ്പോർട്ട് കർത്താവ് ലഭ്യമാകണ്ടായി. വിവിധ മേഖലയിൽ കഷ്ടം വളരെ കഷ്ടം സഹിക്കുന്നവർ, അടിമത്തത്തിൽ കിടക്കുന്നവർ, വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് പകൽ വിടിവിക്കപ്പെട്ട് ആത്മാവിൽ ബലം പ്രാപിക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.